നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടി, നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലുള്ള നിങ്ങൾക്ക് പ്രശ്നമായിരിക്കുന്ന ഈ തേർഡ് പാർട്ടി എപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ ഉപേക്ഷിച്ച് പോകും, ഈ റീഡിംഗ് ആണ് നോക്കുന്നത്. അപ്പോൾ അത് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ യൂട്യൂബിലാണ്, എൻ്റെ കിറ്റി കാറ്റ് ടാരോസ് എന്നുള്ള യൂട്യൂബ് ചാനലിലാണ് ഞാൻ എൻ്റെ മലയാളം ടാരോ റീഡിംഗ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. മുഴുവൻ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ഈ ചാനലിൽ വന്നേ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു കഷ്ണം എടുത്തിട്ടാണ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നത്, കാരണം കൂടുതൽ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഷോർട്സ് നിങ്ങൾ കാണുമ്പോൾ അതിന്റെ അടിയിൽ ഈ മെയിൻ റീഡിംഗ് കാണാനുള്ള ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഇതുപോലെ ഒരു കഷ്ണമാണ് ഇടുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ ചാനലിന്റെ പേരെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ചാനലിൽ വന്നാൽ മാത്രമേ മുഴുവൻ വീഡിയോ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഞാനിത് മിക്കവർക്കും അറിയില്ല, അതുകൊണ്ട് പറയണം. എന്റെ ഉത്തരവാദിത്തമാണ് നിങ്ങളോട് പറയേണ്ടത്. മിക്കവാറും ഞാൻ മറന്നു, ക്ഷമിക്കണേ. അപ്പോൾ നമ്മളുടെ റീഡിംഗ് ഞാൻ 3 കാർഡുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഏത് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. റെഡ്, യെല്ലോ, വയലറ്റ്, ലാവൻഡർ, വൈറ്റ് എന്ത് വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ. അപ്പൊ 3 കാർഡുകളാണ്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസണേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട്. വേണ്ടവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇനി നിങ്ങൾ സെലക്ട് ചെയ്തോളൂ ഭഗവാനെ. അപ്പൊ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ ആലോചിച്ചിട്ട് വേണം നിങ്ങൾ ഈ നമ്പർ കളറ് സെലക്ട് ചെയ്യാൻ കേട്ടോ. കൂടുതൽ ആക്യുറേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഭഗവാനെ ഓം നമഃ ശിവായ. സെലക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ? മാറ്റാം. നമുക്ക് ഇത് രണ്ടും, ഇത് മൂന്നാമത്തെ, ഇത് രണ്ടാമത്തെ കാർഡ് ഞാൻ മാറ്റി വെച്ചു. ഒന്നാമത്തെ കാർഡ് നമ്മൾ എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജിയാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ തേർഡ് പാർട്ടിയുടെ കാര്യത്തിലേക്ക് പോകുന്നത്. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കണം. ഓറക്കിൾ മെസ്സേജ് ഈ 3 കളർ സെലക്ട് ചെയ്യുന്നവർക്കും കോമൺ ആണ് കേട്ടോ. ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്, നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് ഓറക്കിൾ മെസ്സേജ് പറയും നിങ്ങൾ എന്താണ് അറിയേണ്ടത്. ഭഗവാനെ ഓം നമഃ ശിവായ. ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. കാർഡുകൾ വരുന്നില്ല, വേറെ ഒന്നും ഒരെണ്ണേ ഉള്ളൂ എന്ന് തോന്നുന്നത്. ഒരു ഭീകരമായ കാർഡാണ് വീണിട്ടുള്ളത്. ഭഗവാനെ ഓം നമഃ ശിവായ. എനിക്ക് ഒരു പ്രാവശ്യം കൂടെ നോക്കുകയാണ്. ഭഗവാനെ എന്തെങ്കിലും കാർഡുകൾ ഉണ്ടെങ്കിൽ തരണേ. ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇത് മാത്രം നിങ്ങൾ കാണേണ്ടതുള്ളൂ. ഈ ഒരു കാർഡ് നോക്ക്, ഇത് വിഷം കുടിക്കുന്നതാണ്. വിഷം എന്തായാലും നമുക്ക് ഇപ്പൊ നമ്മളെ കൊന്നില്ലെങ്കിൽ പതുക്കെ പതുക്കെ കൊല്ലുന്ന സ്ലോ പോയിസൺ ഉണ്ട്, പെട്ടെന്ന് കൊല്ലുന്ന പോയിസൺ ഉണ്ട്. ഇതൊന്നും ആരുടെയും അറിവിലേക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ പറയുന്നത് നിങ്ങൾ ഈ ഇപ്പൊ ഒരു ബന്ധത്തിൽ ഇരിക്കുന്നത് വളരെ ടോക്സിക് ആയ ഒരു സിറ്റുവേഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മാത്രമല്ല ഇതുകൊണ്ട് ബുദ്ധിമുട്ട്. ചിലപ്പോൾ നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ ബ്രദർ സിസ്റ്റേഴ്സിന്, നിങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും, അതുപോലെ നിങ്ങളുടെ കൂടെയുള്ളവർ, ഫ്രണ്ട്സ്, കൊളീഗ്സ് എല്ലാവരും ഈ ഒരു പ്രശ്നം കൊണ്ട് സങ്കടപ്പെടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എനിക്ക് ഇയാളെ വിടാൻ പറ്റില്ല, എനിക്ക് ഇവളെ വിടാൻ പറ്റില്ല എന്ന ഒരു ശാഠ്യത്തിൽ പിടിച്ചിരിക്കുകയാണ്. നിങ്ങളൊരു ഒബ്സസീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ വളരെ ടോക്സിക് ആയ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. അത് വളരെ അതിശയമായിട്ടുണ്ട്, കാരണം 3 പേരുടെ ഇതാണ് വന്നിരിക്കുന്നത്. നമ്മൾ നോക്കുന്നതാണെങ്കിൽ തേർഡ് പാർട്ടി കണക്ഷൻ. അപ്പം തേർഡ് പാർട്ടി ബന്ധമുള്ള 3 പേരാണ് ഇവിടെ, 3 വ്യക്തികളുടെ എനർജിയാണ്. നമുക്ക് ആദ്യം ഇത് സെലക്ട് ചെയ്തിട്ട് കാർഡ് നമുക്ക് നോക്കാം, എന്താണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ എനർജി എന്താണെന്ന് നോക്കാം. 9 ഓഫ് സ്വർഡ്സ്. 9 ഓഫ് സ്വർഡ്സ് എന്ന് പറയുന്നുണ്ടോ, തലയ്ക്ക് കൈയും കൊടുത്ത് ഒരു സ്ത്രീ ഇരിക്കുന്ന, സ്ത്രീ ആവണമെന്നില്ല, പുരുഷനാവാം. എന്ന് വെച്ചാൽ വളരെ തലവേദന പിടിച്ച ഒരു അവസ്ഥയാണ് റിലേഷൻഷിപ്പ് എന്നുള്ളത്. ഒരു മനസമാധാനം ഇല്ല, ഒരു തരത്തിലും ഒരു മനസ്സമാധാനം. ചിലപ്പോൾ പൈസ തരുന്നില്ല, മുഴുവൻ പൈസയും സമ്പാദിക്കുന്നത് മുഴുവൻ തേർഡ് പാർട്ടി കൊണ്ടുപോവാണ്. അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ അടുത്തുനിന്ന് വ്യക്തി വല്ലപ്പോഴുമാണ് വീട്ടിൽ വരുന്നത്. ചിലരുണ്ട് ഒരു മാസത്തിൽ ഒരിക്കലും സ്വന്തം വീട്ടിൽ വരുന്നവര്, ബാക്കി സമയം മുഴുവൻ തേർഡ് പാർട്ടിയുടെ കൂടെയാണ്. അവരുടെ കാര്യങ്ങൾ നോക്കാം, അവരുടെ മക്കളുടെ കാര്യങ്ങൾ, മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കുക.
അപ്പോ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ വീടും ഒന്നും ഒരു ഇതല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ജോലിയുള്ള ആളായിരിക്കാം. അതുകൊണ്ട് തന്നെ വ്യക്തി ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറുന്നുണ്ട് ഇവിടെ. കാരണം നിങ്ങൾ കാര്യങ്ങൾ നടത്തുന്നുണ്ട് ഈ വ്യക്തി ഇല്ലെങ്കിലും. വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് സ്വർണം എടുത്തുകൊണ്ട് പോകാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പൈസ എടുത്തുകൊണ്ട് പോകാം, പ്രോപ്പർട്ടി വിൽക്കാം, എല്ലാം ആധാരം എടുത്തുകൊണ്ട് പോകുന്ന പോലത്തെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. ഇത് 9 ഓഫ് സ്പോർട്സ് ആണ്. ഭയങ്കര തലവേദന പിടിച്ച ഒരു എനർജിയാണ് 9 ഓഫ് സ്പോർട്സ് എന്ന് പറഞ്ഞത്. ഞാൻ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാണ്. പേജ് ഓഫ് കപ്സ് ആണ് വരുന്നത്. പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ എന്താ പറയാ, ഒരു ഒരു സ്ഥിരത ഇല്ലാത്ത ഒരു എനർജിയാണ്. പേജ് ആണ്, കുട്ടിത്തമുള്ള ഒരു എനർജിയാണ്, ഒട്ടും പക്വത ഇല്ലാത്ത ഒരു എനർജിയാണ്. അപ്പൊ ഈ റിലേഷൻഷിപ്പ് ഒട്ടും പക്വത ഇല്ലാന്നാണ്. രണ്ടുപേരും തോന്നിയ പോലെയാണ് പെരുമാറുന്നത്. രണ്ടുപേരും തമ്മില് എന്നുവെച്ചാൽ വീട്ടിലെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്യുന്ന രണ്ടുപേര്. മിക്കവരും വീട്ടിലെ പ്രശ്നങ്ങൾ പുറത്ത് പറയില്ല. നിങ്ങൾ പക്ഷെ രണ്ടുപേരും, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എല്ലാവരോടും നിങ്ങൾക്ക് എന്തൊക്കെ കുറവുകളുണ്ട്, നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, നിങ്ങളുടെ ബന്ധുക്കൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് വളരെ കൂളായിട്ട് പറയുന്ന ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്നതെല്ലാം അങ്ങനെ തന്നെ, എന്നുവെച്ചാൽ നിങ്ങൾ പറയുന്നതല്ല. നിങ്ങളെ കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ വേറെ ബന്ധങ്ങളുണ്ടെന്നൊക്കെ ആരെങ്കിലും ഈ വ്യക്തിയുടെ ചെവിയിൽ പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ നീ ഇല്ലാത്ത സമയത്ത് ഇവൻ അല്ലെങ്കിൽ ഇവള് വേറെ ആളുകളുമായിട്ട് ബന്ധമുണ്ട്, ആവശ്യമില്ലാതെ ഫോണിൽ സംസാരിക്കണ്ട, എപ്പോ വിളിച്ചാലും ഫോണിൽ സംസാരിക്കും, അങ്ങനെയുള്ള ഒരു ഒരു ഇത്. അപ്പൊ ഈ വ്യക്തിയുടെ ചെവിയിൽ ആരോ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നിങ്ങളെയും ഈ വ്യക്തിയും തമ്മിൽ പിരിപ്പിക്കാൻ നോക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. പിന്നെയുള്ളത് 8 ഓഫ് സ്വേർഡ്സ് ആണ്. 8 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ട്രാപ്പ് ചെയ്തേക്കുന്ന പോലെ. അപ്പൊ ഈ വ്യക്തി പറയുന്നത് നിങ്ങളും അതെ, നിങ്ങൾക്കൊരു ഈ വ്യക്തി റിലേഷൻഷിപ്പിൽ ട്രാപ്പ് ചെയ്ത പോലെ. ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം വീട്ടുകാരൊന്നും സമ്മതിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് വിവാഹം കഴിച്ച് അല്ലെങ്കിൽ കൂടെ ഇറങ്ങിപ്പോയിരുന്നതായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ ഒരു സ്ഥലമില്ല, ആരുമില്ല സപ്പോർട്ട് ചെയ്യാൻ. നീ നിന്റെ ഇഷ്ടത്തിന് പോയതല്ലേ എന്ന് പറയുന്ന ആളുകള്. നിങ്ങളൊരു ട്രാപ്പ് പോലെയാണ്. ഈ വ്യക്തിയാണെങ്കിൽ നിങ്ങളെ കുറിച്ച് മറ്റുള്ളവർ അനാവശ്യം പറയുമ്പോൾ അതെല്ലാം കേട്ടിട്ട് നിങ്ങളെ വെറുക്കുന്ന ഒരു എനർജി. അതുകൊണ്ടാണ് ഇവിടെ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉള്ളതെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, അതുപോലെ തന്നെ അക്വേറിയസ്, ലിബ്ര, ജെമിനി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടിയുടെ എനർജി. ഇവിടെ തേർഡ് പാർട്ടിയാണ് സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് പിരിച്ചിട്ടുണ്ട്. ഇവര് തന്നെയാണോ ഇനി വേറെ ആരെങ്കിലും ആണോ എന്ന് അറിയില്ല. അതോ നിങ്ങളുമായിട്ടുള്ള പ്രശ്നം തുടങ്ങിയതിന് ശേഷം വന്നു കയറിയ തേർഡ് പാർട്ടി ആണോ എന്നും അറിയില്ല. എന്തായാലും തേർഡ് പാർട്ടിയുടെ എനർജി എന്താണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ തേർഡ് പാർട്ടിയുടെ എനർജി 8 ഓഫ് പെന്റക്കിൾസ് ആണ്. പണത്തിന്റെ ആളാണ്. അപ്പൊ പണം ഉണ്ടാക്കാൻ ചിലപ്പോൾ ഇത് നിങ്ങളുടെ വ്യക്തിയുടെ ഓഫീസിൽ നിങ്ങളുടെ വ്യക്തിയോടൊപ്പം ജോലി എടുക്കുന്ന ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം കേട്ടോ. അപ്പോ ഇവര് തമ്മിൽ കോൺസ്റ്റന്റ് ആയിട്ട് സംസാരമുണ്ട്, കാര്യങ്ങള്. ഞാൻ കാർഡ് എടുത്തതാണ് ക്ലാരിഫിക്കേഷൻ. അപ്പോ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു സംസാരമുണ്ട്. ചിലപ്പോൾ ഒരുമിച്ച് ജീവിക്കുകയായിരിക്കും നിങ്ങളിൽ നിന്ന് അകന്നിട്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ കൂടെ ചില സമയത്ത് താമസിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കാം. സോറി, എക്സൈറ്റ്മെന്റ് കൊടുത്തു. അപ്പോ സോറി, സിറ്റുവേഷൻ മോശമാണ്, നല്ല വീടുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോ 8 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു എനർജി, പൈസ ഇഷ്ടം പോലെ വേണ്ട ഒരു എനർജിയാണ്. അപ്പൊ ഇവര് ശരിക്കും പറഞ്ഞാല് നിങ്ങളുടെ വ്യക്തിയിൽ ശരിക്കും ഇവര് ചിലപ്പോൾ ബ്ലാക്ക് മാജിക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. കാരണം നിങ്ങളുടെ വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണ് ഇവിടെ കാണിക്കുന്നത്. മനസ്സിലായി? പണത്തിന് വേണ്ടിയിട്ടായിരിക്കും. നിങ്ങളുടെ വ്യക്തിക്ക് നല്ലവണ്ണം ശമ്പളം ഉണ്ടാവാം, നല്ലവണ്ണം നല്ല ബിസിനസ് ഉള്ള ഒരാളായിരിക്കാം, എന്തോ അങ്ങനെ ഒരു ടോറസ്, ലോഗോ, കാപ്രിക്കോൺ ആണത്. അപ്പൊ തേർഡ് പാർട്ടിയുടെ എനർജി എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് പൈസയാണ്. പൈസയുടെ കാര്യത്തിനാണ് ഒരു ഭയങ്കരമായിട്ട് നിങ്ങളുടെ വ്യക്തിയെ അടക്കി വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇവിടെ അത് അവർ ജയിക്കുകയും ചെയ്തു. അപ്പോ അതുപോലെ തന്നെ വളരെ സ്വീറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ദേഷ്യപ്പെടില്ല, വളരെ സമാധാനപരമായിട്ട് ഇടപെടുന്നു. അതാണ് മിക്കവരുടെയും. നമ്മൾ റിലേഷൻഷിപ്പിലാവുമ്പോൾ നമ്മൾ ആ ദുസ്വാതന്ത്ര്യം എടുക്കും, ഒച്ചയെടുക്കും, ചീത്ത പറയുമൊക്കെ. പക്ഷെ ഇവര് വളരെ സ്മാർട്ടായ എനർജിയാണ്. വളരെ പക്വതയോടെ വളരെ സമാധാനപരമായിട്ട് ഈ വ്യക്തിക്ക് കേൾക്കാനുള്ള കാര്യങ്ങളെല്ലാം കേൾക്കുന്നു, ആവശ്യത്തിന് അഡ്വൈസ് കൊടുക്കുന്നു. അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി കേട്ടോ. അപ്പൊ തേർഡ് പാർട്ടിയുടെ മെയിൻ ഉദ്ദേശം പൈസയാണ്. പിന്നെ അതുമല്ല, തേർഡ് പാർട്ടിക്ക് എല്ലാവരെയും അടക്കി ഭരിക്കണം. അത് ഏത് വഴിക്കാണ് അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ആ വഴിയൊക്കെ അവർ യൂസ് ചെയ്യും. അങ്ങനത്തെ ഒരു എനർജിയാണ്. നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് തേർഡ് പാർട്ടി. അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇനി നമ്മളുടെ ചോദ്യം, നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഈ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണ്? അതാണ് നമ്മളുടെ അടുത്ത ചോദ്യം. ശരിക്കുമുള്ള ഫീലിങ്സ് നോക്കുമ്പോൾ 6 ഓഫ് പെന്റക്കിൾസ് ആണ്. ഇവര് പണ്ടേ പരിചയമുള്ള ആളാണ്. ചിലപ്പോൾ ഇതൊരു എക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പഴയ ഒരു ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ആയിരിക്കാം.
എന്തായാലും 6 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഷെയറിങ്, ഇവിടെ പണത്തിന്റെ ഷെയറിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ വ്യക്തി ചിലപ്പോൾ ഇവര് ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരിക്കാം, പണ്ടുള്ള ഫ്രണ്ട്സ് എല്ലാം കൂടെ പ്ലാൻ ചെയ്ത് ഒരു ബിസിനസ് തുടങ്ങി. അപ്പൊ ഇവരും തേർഡ് പാർട്ടി ഒരു ബിസിനസ് പാർട്ട്ണർ ആണ്. അപ്പൊ ഇവര് നിങ്ങളുടെ വ്യക്തിയുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഡിസ്കഷൻ വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞാൽ ഈ തേർഡ് പാർട്ടിയുടെ വീട്ടിൽ കയറി ഇറങ്ങുന്ന പരിപാടി ഉണ്ട് ഇവിടെ. അപ്പോ ഇവിടെ ഈ തേർഡ് പാർട്ടിയുമായിട്ട് പൈസ ഷെയർ ചെയ്യുന്നുണ്ട്, ഐഡിയാസ് ഷെയർ ചെയ്യുന്നുണ്ട്, അങ്ങനെ തന്നെ പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി എന്നാണ് പറയുന്നത്. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോട് മെയിൻ ആയിട്ട് പണത്തിന്റെ കണക്ഷൻ ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോ ചിലപ്പോ നിങ്ങളുടെ പലരുമായിട്ട് ഇവര് കണക്ഷൻ വെച്ചിരുന്നെങ്കിലും ബിസിനസിന്റെ കാര്യത്തിൽ പലരും ഇവരെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ടാവും. നിങ്ങളുടെ വ്യക്തി കുറച്ചും കൂടെ സത്യസന്ധതയുള്ള ഒരാളായിരിക്കും നിങ്ങളോട് കാണിക്കുന്നില്ലെങ്കിലും. അപ്പോ അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള ഫീലിങ്സ് നിങ്ങളുടെ വ്യക്തിയെ മുഷിപ്പിക്കാൻ പറ്റില്ല. വ്യക്തി നാളെ എനിക്ക് നിങ്ങളോട് ജോലി ചെയ്യാൻ പറ്റില്ല, ശരിയാവില്ല എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ആരുമില്ല. ഇവർക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ അത്ര കപ്പാസിറ്റി ഇല്ല. അപ്പൊ അവർക്ക് അതൊരു ഇവിടെ ഒരു ഇവർക്ക് പക്ഷെ വേറൊരു കാര്യം, നിങ്ങളെ ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. കാരണം നിങ്ങളില്ലായിരുന്നെങ്കിൽ മുഴുവനായിട്ട് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയെ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോഴും നിങ്ങളുമായിട്ടൊരു കണക്ഷൻ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തി വെക്കുന്നുണ്ട്, അത് തേർഡ് പാർട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം കംപ്ലീറ്റ് ആയിട്ട് വ്യക്തി കിട്ടിയാലേ ബിസിനസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് അങ്ങോട്ട് പ്രോസ്പർ ചെയ്യാൻ പറ്റുള്ളൂ, നല്ല പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ നിങ്ങളുമായിട്ടുള്ള പ്രശ്നം കൊണ്ട് നിങ്ങളുടെ വ്യക്തി കുറച്ചൊരു മൂഡ് ഓഫ് ഒക്കെ ഉണ്ട് വ്യക്തിക്ക്. അപ്പൊ ഇവര് വിചാരിക്കുന്നത് അതുമല്ല, എന്തെങ്കിലും പറഞ്ഞിപ്പോ നിങ്ങളെ ഉപേക്ഷിക്കുന്നു പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി പറയുമല്ല, എനിക്ക് ആലോചിക്കണം, അതൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല എന്ന് തുറന്നടിച്ച് പറയുന്ന ഒരാളാണ്. കാരണം ജഗ്ലിംഗ് വരുന്നുണ്ട്. അപ്പൊ തേർഡ് പാർട്ടിക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി പറയുന്ന എല്ലാ കാര്യം കേൾക്കുമെങ്കിലും നിങ്ങളെ ഉപേക്ഷിക്കാൻ റെഡി ആവില്ല. അത് അവിടെ ഒരു ഉത്തരവാദിത്വം ഉണ്ട്. കാര്യങ്ങളൊക്കെ നോക്കുന്നില്ലായിരിക്കാം, പക്ഷെ എന്നാലും നിങ്ങളോട് ഉത്തരവാദിത്തമാണോ, നിങ്ങളോടൊരു ആത്മാർത്ഥ എന്തോ ഒരു കാര്യം ഈ വ്യക്തിക്ക് ഉണ്ട് ഇപ്പോഴും. ആ ഒരു കണക്ഷൻ വിട്ടിട്ടില്ല നിങ്ങളുടെ വ്യക്തി. അതാണ് തേർഡ് പാർട്ടിയെ കുറച്ചൊന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ 5 ഓഫ് കപ്സ് ഉണ്ട്. അതൊരു ഭയങ്കര റിഗ്രറ്റ് ആണ് ഇവർക്ക്. ഇവര് വിചാരിക്കുന്നത് ചിലപ്പോൾ ഇവര് തമ്മിൽ നേരത്തെ ഇഷ്ടമായിരിക്കും, പിന്നെ കല്യാണം നടക്കാതെ വന്നിട്ട് പിന്നെ ഇപ്പൊ വന്ന് കൂടി ചേർന്നതായിരിക്കാം രണ്ടുപേരും ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു ഇതിൽ. ചിലപ്പോൾ ഇവര് ഡിവോഴ്സി ആയിരിക്കാം, ഭർത്താവ് മരിച്ച ഭാര്യ മരിച്ച ആരെങ്കിലും ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഇവര് പണ്ട് ഒരു ചാൻസ് കിട്ടിയതാണ് നിങ്ങളുടെ വ്യക്തിയെ വിവാഹം കഴിക്കാൻ വേണ്ടി, പക്ഷെ അത് വിട്ട് കളഞ്ഞു ഞാൻ. അത് ഭയങ്കര റിഗ്രറ്റ് ആയിട്ടുണ്ട് ഇവർക്ക്. 5 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാല് റിഗ്രറ്റ് ആണ് ശരിക്കും പറഞ്ഞാല്. ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി, കൈവിട്ട് പോയ ഒരു പരിപാടി. ഇത് ക്യാൻസർ പൈസസ് സ്കോർപിയോ ആണ്. ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ മൊത്തത്തില് പണത്തിന്റെ പരിപാടിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് നിങ്ങളുടെ വ്യക്തിയെ ഇവരുടെ ഇന്റൻഷൻ ഉദ്ദേശമാണ് നമുക്ക് അറിയേണ്ടത്. ഉദ്ദേശം എന്ന് പറയുമ്പോൾ ജഡ്ജ്മെന്റ് ആണ്. ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവർക്ക് ഒരു കുറ്റബോധം ഉണ്ട്. നിങ്ങളുടെ വ്യക്തിയെ അന്ന് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് പൈസ കുറവായത് കൊണ്ട് ഈ ഇവരുമായിട്ടുള്ള വിവാഹം നടക്കാതിരിക്കുകയോ ഇവര് റിജക്ട് ചെയ്യുകയോ എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു കുറ്റബോധമായിട്ട് അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ പിന്നീടുള്ള വിവാഹ ജീവിതമൊക്കെ ഭയങ്കര കഷ്ടമായിരുന്നു. അപ്പൊ ഇവര് വിചാരിക്കുന്നത് ചിലപ്പോ നിങ്ങളുടെ വ്യക്തിയെ ഇവര് വേദനിപ്പിച്ചത് കൊണ്ടായിരിക്കാം അങ്ങനെ അവർക്കൊരു ഭാവി വന്നത്. അവരുടെ ഒരു റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആവുന്നില്ല. അവസാനം ഇവര് സഹായിക്കാൻ വന്നത് നിങ്ങളുടെ വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ആ ഒരു പേടിയുണ്ട്, കുറ്റബോധമുണ്ട്, പേടിയുണ്ട്, ഇതൊരു പണിയായിട്ട് വരും, രാക്കാവും, ശാപമാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതാണ് അവരുടെ ഉദ്ദേശം. അതൊന്ന് മാറ്റിയെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവര് മണ്ടത്തരമാണ് കാണിക്കുന്നത്. അന്ന് കിട്ടാത്ത നിങ്ങളുടെ വ്യക്തിയെ വിവാഹിതനോ വിവാഹിതയായോ നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ട്രൈ ചെയ്ത് നിങ്ങളെ ഉപേക്ഷിക്കുന്നത് അത് വേറൊരു ശാപമല്ലേ? അല്ല, ഒരു ജീവിതം ലൈഫ് നശിപ്പിച്ചിട്ട് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഇവർക്ക് ആ ശാപമോക്ഷം കിട്ടുന്ന മന്ദത്തരം ഉള്ളത്. ഇവരൊരു മന്ദബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ജഡ്ജ്മെന്റ് സ്കോർപിയോ ആണ്. പിന്നെ ഇത് ക്ലാരിഫൈ ചെയ്യുന്നത് 5 ഓഫ് വൺസ്. എന്ത് തരത്തിൽ ഭയങ്കര കോമ്പറ്റീഷൻ, നിങ്ങളായിട്ട് ഭയങ്കര കോമ്പറ്റീഷൻ ഇവർ വെക്കുന്നുണ്ട് കേട്ടോ. ഇവർ നിങ്ങളെക്കാളും ബെറ്റർ ആണെന്ന് നിങ്ങളുടെ വ്യക്തിയെ പ്രൂവ് ചെയ്യാൻ ഒരു മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരെയും കൊണ്ടും ഇവരെ അമ്മയെന്നോ അച്ഛനെന്നോ നിങ്ങളുടെ വ്യക്തിയെ വിളിപ്പിക്കുന്നുണ്ട്. ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ട്. പിള്ളേരുടെ അഭിനയമാണ് അത്. കാരണം നിങ്ങളുടെ വ്യക്തിയെ അടിച്ചെടുക്കാനുള്ള കാര്യമാണ് ഇവർ ചെയ്യുന്നത്. അപ്പോ പിള്ളേരെ കൊണ്ടിട്ടാണ് ഇവര് നിങ്ങളുടെ വ്യക്തിയെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഏരീസ് ലിയോ സാജിറ്റേറിയസ് ഇവിടെ സ്കോർപിയോ മെയിൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയെ ഇവരെപ്പോൾ ഉപേക്ഷിക്കും. കാരണം ഇവർക്ക് നിങ്ങളുടെ വ്യക്തി സ്വന്തമാക്കണമെന്നുണ്ട്. ലൈഫ് ലോങ് ഇങ്ങനെ നിങ്ങളും ഇവരുമായിട്ടുള്ള കണക്ഷൻ ഇവർ സമ്മതിക്കില്ല. അപ്പൊ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. അത് നമ്മളിവിടെ കണ്ടു. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ ഉപേക്ഷിക്കുന്ന പരിപാടി ഇല്ലെന്ന് നിങ്ങളുടെ വ്യക്തി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ എപ്പോഴത്തേക്ക് നിങ്ങളുടെ വ്യക്തിയെ ഉപേക്ഷിക്കും? എന്താണ് കാരണം? 7 ഓഫ് സ്വർഡ്സ്. ചിലപ്പോ ഒരു 7 മാസം അല്ലെങ്കിൽ ഒരു 7 വർഷം. മനസ്സിലായോ? 7 ഓഫ് സ്വർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരു കള്ളന്റെ ഒരു ഇതാണ് എന്നുവെച്ചാല് ഒരു മോഷ്ടാവാണ്. സാധനങ്ങൾ ഇവിടെ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ എപ്പോഴും തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കും. അപ്പൊ ഇവർക്കൊരു കുറ്റബോധം ഉണ്ട്. നിങ്ങളുടെ ഫാമിലിയെ ദ്രോഹിക്കുന്നതിൽ ഒരു കുറ്റബോധം ഉണ്ട്. പിന്നെ അതുപോലെ നിങ്ങളുടെ വ്യക്തി ഒരു തരത്തിലും ഇവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ ഇവരുടെ മനസ്സിലുണ്ട് എന്തിനാ ഞാൻ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്, എന്നാലും അവർ നിൽക്കുകയാണ്. അപ്പൊ ചിലപ്പോ ഒരു 7 വർഷം വരെ ഈ റിലേഷൻഷിപ്പ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഒരു 7 മാസം. അതാണ് പറയുന്നത്. അപ്പോ ഇവര് ശരിക്കും പറഞ്ഞാല് അപ്പോഴേക്ക് നിങ്ങളുടെ വ്യക്തിയെ എന്തായാലും ഇവർ ഉപേക്ഷിക്കും കേട്ടോ. 7 ഓഫ് സ്പോർട്സ് ആണ് വന്നിരിക്കുന്നത്. ഇവരത് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവര് കള്ളത്തരം, കാരണം ഇവര് ഭയങ്കര ശുദ്ധ മനസ്സാണ്. ഇവര് ഭയങ്കര നല്ല സ്വഭാവമുള്ള സ്ത്രീയാണ്, പുരുഷനാണ്. നാട്ടുകാരുടെ മുമ്പിലും മക്കളുടെ മുമ്പിലൊക്കെ ഒരു വലിയ ആളായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇവരുടെ ഈ കള്ളത്തരം ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങും. ഇവർ ചെയ്യുന്ന വൃത്തികെട്ട സ്വഭാവം. ടവർ മൊമെന്റ്, ഇതൊരു വലിയ ടവർ മൊമെന്റിലേക്ക് വരും. എന്ന് വെച്ചാൽ വളരെ പൊട്ടിത്തെറി, നാട്ടുകാരൊക്കെ കൂടി ഭയങ്കര പ്രശ്നമാവും. ചിലപ്പോ നിങ്ങളുടെ വീട്ടുകാർ, നിങ്ങൾ ഇതിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നില്ലേ, നിങ്ങളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ ആരെങ്കിലും ഇവിടെ പ്രശ്നം ഉണ്ടാക്കും. 7 വർഷം കഴിയുമ്പോഴേക്കും ഇപ്പൊ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രായമാവും, തിരിച്ചറിവാകുമ്പോൾ ഇവരുടെ മക്കൾ ഇവരുടെ വീട്ടിൽ ചെന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ ഇവരൊരു തീരുമാനം എടുക്കാൻ ഉള്ള ഒരു ഇത് വരും. അപ്പോഴാണ് ഇവർക്ക് ബോധം ഉണ്ടാവുന്നതും. പിന്നെ തല്ലി ബോധം കെടുത്തുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ, എന്തായാലും ഒരു ടവർ മൊമെന്റ് കാണിക്കുന്നുണ്ട്. അതോടെ ഇവര് നിങ്ങളുടെ വ്യക്തിയെ ഉപേക്ഷിച്ചിട്ട് സ്ഥലം വിടും. അവർക്ക് നിൽക്കാൻ പറ്റില്ല, നിക്കക്കളി ഇല്ലാണ്ട്. അപ്പൊ അത്രയും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. സ്കോർപിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനായി, അക്വേറിയസ്, ലിബ്ര, ജെമിനായി. അപ്പൊ ഇതാണ് നിങ്ങളുടെ വ്യക്തിയെ അപ്പോഴേ ഉപേക്ഷിക്കുള്ളൂ തേർഡ് പാർട്ടി കേട്ടോ. അപ്പൊ ഇതാണ് ആദ്യത്തെ കാർഡ്, ആദ്യത്തെ കളറ് റോസപ്പൂ എടുത്തവരുടെ റീഡിങ്. ഞാൻ ഇതിന്റെ ടൈം സ്റ്റാമ്പ് ഇട്ടേക്കാം കേട്ടോ. എന്ന് വെച്ചാൽ എപ്പോഴാണ് യെല്ലോ തുടങ്ങുന്നതെന്ന് അത് എഴുതി വെക്കണം. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു ബോധം ഉണ്ടായത്. ഓക്കെ, അപ്പൊ നമ്മൾ റെഡിന്റെ കഴിഞ്ഞു. യെല്ലോ നമ്മൾ തുടങ്ങാൻ പോകുന്ന സമയം 16-17 എന്ന് നമുക്ക് വെക്കാം. യെല്ലോ. ഇനി നമ്മള് യെല്ലോ കാർഡ് നോക്കാൻ പോവാണ്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. സ്വപ്നയാണ് കേട്ടോ. അപ്പൊ എന്താണ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള എനർജി എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഭഗവാന് ഓം നമഃ ശിവായ. 7 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്. ഇവിടെ കള്ളത്തരം ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി കണക്ഷൻ, കള്ളത്തരം പൊളിഞ്ഞു. അത് നിങ്ങൾ കണ്ടുപിടിച്ചായിരിക്കും, വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞതായിരിക്കാം. എന്തായാലും കള്ളത്തരം ഇവിടെ 4 പേര് അറിഞ്ഞു. ആകെ നാണക്കേടായിട്ടിരിക്കുകയാണ്. തലയിൽ മുണ്ടിട്ട് നടക്കണ്ടെന്ന് നമ്മൾ പറയുന്നത് ആ ഒരു അവസ്ഥയിലാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതോടുകൂടി നിങ്ങളുടെ വ്യക്തി ഈ തേർഡ് പാർട്ടി കണക്ഷനൊക്കെ നിങ്ങളോട് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇപ്പൊ എല്ലാവരും അറിഞ്ഞു. മക്കളുണ്ടെങ്കിൽ മക്കളും, അതല്ല നിങ്ങൾ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു, നിങ്ങളുടെ ഫ്രണ്ട്സ് അറിഞ്ഞു, വീട്ടുകാരറിഞ്ഞു, ആകെ എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്. അക്വയറസ്, ലിബ്ര, ജെമിനായി ആണ്. പക്ഷെ എല്ലാം വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. അത് ദൈവത്തിന്റെ ഒരു കാര്യം. നമ്മൾ ചിലപ്പോൾ ഭർത്താവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഭാര്യ ചെയ്യുന്ന നമ്മൾ അറിയാറില്ല. പിന്നെ വേറെ ആരെങ്കിലും അന്വേഷിച്ച് വേറെ എവിടെന്നെങ്കിലും വന്ന് ഇവരാരുമായിട്ടാണോ ബന്ധം വെക്കുന്നത് ആ വ്യക്തിയുടെ വീട്ടുകാരൊക്കെ വന്ന് അന്വേഷിച്ച് വരുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. നമ്മൾ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. അപ്പൊ അങ്ങനെ എന്തോ അറിഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇവിടെ. നിങ്ങൾ നേരിട്ട് അറിയാതെ വേറെ ആരോ പറഞ്ഞറിയുക. മനസ്സിലായി? വെച്ചാൽ ഇവരുടെ നിങ്ങളുടെ വ്യക്തി കണക്ഷൻ വെച്ചിരിക്കുന്ന ഈ തേർഡ് പാർട്ടിയുടെ ഫാമിലി ചിലപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ മക്കൾ വന്നിട്ടുണ്ടാവാം. കാരണം എങ്ങനെയെങ്കിലും അത് തീർക്കണം. അവർക്കും ഇതുകൊണ്ട് ബുദ്ധിമുട്ട്. നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം, വിവാഹം കഴിച്ച ഒരു തേർഡ് പാർട്ടി ആണെങ്കിൽ ആ തേർഡ് പാർട്ടിയുടെ ഭർത്താവിനും കുട്ടികൾക്കും, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും അതുപോലെ നിങ്ങൾ അനുഭവിക്കുന്ന പോലെ തന്നെയാണ് അവരും അനുഭവിക്കുന്നത്. പക്ഷെ നിങ്ങൾ തമ്മിൽ അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് തമ്മിൽ ഒരു കോണ്ടാക്ട് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയില്ല അവരുടെ ജീവിതം എന്താണെന്ന്. മനസ്സിലായോ? അപ്പോ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യം 4 പേര് അറിഞ്ഞ് തേർഡ് പാർട്ടിയുടെ ഫാമിലിയൊക്കെ ഇന്റർഫിയർ ചെയ്ത് അവർ അന്വേഷിച്ച് വരുമ്പോഴാണ് ചില സമയത്ത് നിങ്ങൾ അറിയുക, നിങ്ങളുടെ വ്യക്തിക്ക് ഇങ്ങനൊരു ബന്ധം ഉണ്ടോ എന്ന്. അതുപോലെ വളരെ ഡീസെന്റ് ആയ വ്യക്തികളായിരിക്കാം. അപ്പൊ അത് അങ്ങനെ ഒരു ഇതിന് ക്ലാരിഫൈ ചെയ്ത് 9 ഓഫ് കപ്സ് ആണ്. വളരെ സാറ്റിസ്ഫാക്ടറി, വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന ഒരു വിവാഹ ജീവിതമാണ്. ഇത് അറിഞ്ഞതോടുകൂടി പ്രശ്നം വന്നു തുടങ്ങിയത്. മാരീഡ് ആണ്. കാരണം 4 ഓഫ് വാൻസ് കാണിക്കുന്നുണ്ട്. വളരെ സന്തോഷം. അതുപോലെ തന്നെ 9 ഓഫ് കപ്സ് വളരെ സന്തോഷമായിട്ട് ജീവിച്ചിരുന്ന ഒരു ഫാമിലിയിലേക്കാണ് എടുത്തി പോലെ ഒരു തേർഡ് പാർട്ടി കണക്ഷനെ കുറിച്ചുള്ള കാര്യം. ഇങ്ങനൊരു മനുഷ്യനായിരുന്നോ, ഇങ്ങനൊരു സ്ത്രീ ആയിരുന്നോ, ഇങ്ങനൊരു ഭാര്യയാണോ എന്റേത്, കാരണം ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അന്തം വിട്ടിരിക്കുന്ന ഒരു അന്തം വിട്ടിരിക്കുകയാണ് നിങ്ങള്. അപ്പൊ ഇനി നമുക്ക് ക്ലാരിഫിക്കേഷനിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ തേർഡ് പാർട്ടി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ആ തേർഡ് പാർട്ടിയുടെ എനർജി എങ്ങനത്തെയാണെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കൺഫേം ആയി നിങ്ങളുടെ വ്യക്തി ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉള്ള ഒരു സ്ത്രീയോ പുരുഷനോ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയുടെ എനർജി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 2 കാർഡ് വന്നു. 2 ഓഫ് വാൻസും
ഇവര് പല ഓപ്ഷൻസ് വെക്കുന്ന ഒരാളാണ്. ചില 2 ഓപ്ഷൻ ഉണ്ട്. ചിലപ്പോ ഇവരുടെ ഭർത്താവോ ഭാര്യയോ അതോ നിങ്ങളുടെ വ്യക്തിയെ വേണോ എന്ന ഒരു ഇത്. അതുപോലെ തന്നെ 3 ഓഫ് വാൻഡ്സും കാണിച്ചിട്ടുണ്ട്. 2ന്ന് ഡെവലപ്പ് ചെയ്ത് 3ലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു ചോയ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവര് വേണ്ട ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങളുടെ വ്യക്തിയും ഈ തേർഡ് പാർട്ടിയും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇവര് പ്ലാനിങ് തുടങ്ങിയപ്പോഴായിരിക്കും ചിലപ്പോൾ നാട് വിടാനുള്ള പ്ലാൻ വല്ലതും ആയിരിക്കാം. അങ്ങനെയായിരിക്കും അവരുടെ വീട്ടുകാർ മനസ്സിലാക്കി തേർഡ് പാർട്ടിയുടെ വീട്ടുകാര് ഇതിനെക്കുറിച്ച് അറിയുന്നത്. ഇപ്പോഴും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. നിങ്ങളുടെ പുറകിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നിങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇവര് ആലോചിച്ചു എന്ത് ചെയ്യണം, പല പ്ലാനുകൾ ഉണ്ടായി. അവസാനം അവരൊരു തീരുമാനമെടുത്തു. അതിന് വേണ്ട പാസ്പോർട്ടോ വിസയോ അതിന് വേണ്ട ട്രെയിൻ ടിക്കറ്റോ ബസ് ടിക്കറ്റോ എല്ലാം എടുത്തു വെച്ച് വാടക വീടൊക്കെ ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ ലോഡ്ജൊക്കെ ബുക്ക് ചെയ്ത് എല്ലാം വീടുകൾ ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ റിസോർട്ട് ബുക്ക് ചെയ്യുക പോവാനായിട്ട്. അങ്ങനെയുള്ള പ്ലാനിങ് ഒക്കെ എന്തോ നടന്നു. അതെല്ലാം ആണ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇവര് വെയിറ്റ് ചെയ്യാനാണ്. ഇവര് ചെയ്ത കാര്യങ്ങൾക്കെല്ലാം റിസൾട്ട് കിട്ടാൻ വേണ്ടി. ചിലപ്പോൾ അവർക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ അവിടെ താമസ സൗകര്യം ശരിയായിട്ടുണ്ടാവില്ല. എന്തോ ഒരു കാര്യത്തിന് വെയിറ്റ് ചെയ്യണേന് തേർഡ് പാർട്ടി. അപ്പൊ തേർഡ് പാർട്ടിയുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി സ്ഥിരമായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ വ്യക്തി മാത്രമല്ല. അപ്പൊ തേർഡ് പാർട്ടിയുടെ വീട്ടുകാർക്ക് തേർഡ് പാർട്ടിയുടെ സ്വഭാവം അറിയാം. അവരവരെ എഴുതി തള്ളിയേക്കാണ്. പക്ഷെ ഇപ്രാവശ്യം കുറച്ച് സീരിയസ് ആയ പോലത്തെ. അപ്പോ തേർഡ് പാർട്ടി സ്ഥിരമായിട്ട് ഇവര് ആരെങ്കിലും ഒക്കെ ഒന്ന് ഇവരുടെ ബന്ധത്തിലുണ്ട്. പിന്നെ എന്നാലും ഇവരിടയ്ക്ക് വേറെ ഒന്ന് ഇടയ്ക്ക് എന്ന് വെച്ചാൽ ചിലർ പറയാറുണ്ട് എപ്പോഴും ചപ്പാത്തിയും പരിപ്പും കഴിച്ചാൽ പോരല്ലോ, ഇടയ്ക്ക് ബിരിയാണി കഴിക്കണ്ടേ, അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള സ്ത്രീയോ പുരുഷനോ ആണ് ഇവര്. അപ്പൊ ഇവരുടെ ഭർത്താവിനോ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഗേൾഫ്രണ്ടോ ബോയ്ഫ്രണ്ടോ വീട്ടുകാർക്കോ അറിയാം ഇവരിങ്ങനെ ഇടയ്ക്ക് മുങ്ങുന്നുണ്ടെന്ന കാര്യം. അപ്പോ ഇവരെല്ലാം ചിലപ്പോ ഇന്ന മാസം 2 മാസം കൂടുമ്പോ ഇങ്ങനെ ചെയ്യുന്നത് ബോറടിക്കുന്ന സ്ത്രീ ആയിരിക്കും അല്ലെങ്കിൽ പുരുഷനായിരിക്കും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇവരൊരു ഓട്ടം ഓടുന്നതാണ്. അതുകൊണ്ട് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലുള്ള തേർഡ് പാർട്ടിയുടെ അവരുടെ വീട്ടുകാർക്ക് ഈ കാര്യം അറിയുന്നതുകൊണ്ട് അവരെപ്പോഴും ശ്രദ്ധിച്ചാണ് ഇരിക്കുന്നത് എപ്പോഴാണ് ഇവര് മുങ്ങുന്നതെന്ന്. അങ്ങനെയാണ് ഇവര് കണ്ടുപിടിച്ചത്. അപ്പോ ഈ തേർഡ് പാർട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്ന സ്വഭാവമുള്ള ആളാണെന്നാണ് കാണിക്കുന്നത്. മിക്കവാറും ഓട്ടം നടക്കാറില്ലെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഓക്കെ അപ്പോഴേക്കും വ്യക്തികൾ മാറിക്കളയും. അപ്പൊ പിന്നെ ഇവര് വേറെ ആരെങ്കിലും കണ്ടുപിടിക്കും. ഇവർക്ക് സ്ഥിരമുള്ള സ്വഭാവമാണെന്നാണ് പറയുന്നത്. ഉഴപ്പാണ് ആള്. സ്ത്രീയാണ്, സ്ത്രീ എനർജിയാണ്, പക്ഷെ അത് പുരുഷനും ആവാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോട് തേർഡ് പാർട്ടിക്കുള്ള വലിയ സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നും അല്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ സീരിയസ് ആയിരിക്കും, പക്ഷെ തേർഡ് പാർട്ടി അത്ര സീരിയസ് അല്ല. അവര് തിരിച്ചു പോകും അവരുടെ ഫാമിലിയിലേക്ക്. മനസ്സിലായോ? അപ്പോ ഇവരുടെ ഈ ഫീലിങ്സ് എന്താണ് അതാണ് കണ്ടോ. ഡെത്ത് കാർഡ് എൻഡ് ആവും റിലേഷൻഷിപ്പ്. 8 ഓഫ് വാൻഡ്സ്. 8 ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫാസ്റ്റ്. ഇവർ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു റിലേഷൻഷിപ്പ് ആരെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നെ അടുത്ത ചോദ്യം അപ്പൊ എങ്ങനെയാണ് ഫോൺ നമ്പർ എടുക്കുക, പിന്നെ അവരോട് സംസാരിക്കുക, പിന്നെ അവർ ട്രാവൽ ചെയ്യും. മനസ്സിലായി? ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരും. അത് കഴിഞ്ഞ് റിലേഷൻഷിപ്പ് തീർന്നു. അങ്ങനെയാണ് ഇവിടെ. പക്ഷെ അങ്ങോട്ട് എത്തിയില്ല. നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം അങ്ങോട്ട് എത്തിയില്ല. ഇവർക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നുമില്ല. വിവാഹം കഴിക്കണം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇയാളെ വേണമെന്നൊന്നുമില്ല. അങ്ങനത്തെ ഒരു സ്ത്രീ അല്ല ഇത്. സ്ത്രീയോ പുരുഷനോ അങ്ങനത്തെ ഒരു എനർജി അല്ല. ഒരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്ന ആളല്ല. എന്താ പറയാ, കാര്യങ്ങൾ പെട്ടെന്ന് ദിടുപിടുപിടുപിടുന്നാണ്. മനസ്സിലായി? കണ്ടു. മൊബൈൽ ഇപ്പൊ ഭയങ്കര ഫാസ്റ്റ് ആണ്. ടെക്നോളജി ഒക്കെ ഫാസ്റ്റ് ആണ്. ഇന്റർനെറ്റ് ഫാസ്റ്റ് ആണ്. അങ്ങനെ എല്ലാം ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. ഇവരും ഭയങ്കര ഫാസ്റ്റ് ആണ്. ഇവര് കാണുന്നു, നമ്പർ എടുക്കുന്നു, കറങ്ങാൻ പോകുന്നു, തിരിച്ചു വേണ്ട, ഓക്കെ ഇനി മതി, ബോറടിക്കാണ്, അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പം ഇവർക്ക് വലിയ ഉദ്ദേശമൊന്നുമില്ല, ഒരു ഫീലിങ്സും ഇല്ല നിങ്ങളുടെ വ്യക്തിയോട്. ഒരു രസം അത്രേ ഉള്ളൂ. ചിലപ്പോൾ കുറച്ചു നാളെ സംസാരിക്കും. അത് കഴിഞ്ഞാൽ ഡെത്ത് കാർഡ് എന്തായാലും ലോങ് ടേം ഒന്നും ഇവർ പ്ലാൻ ചെയ്യുന്നില്ല. നിങ്ങൾ അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട. അപ്പൊ ഈ വ്യക്തി ചിലപ്പോൾ ട്രാപ്പ് ചെയ്യപ്പെട്ട, ചിലപ്പോൾ ഒരു ലിഫ്റ്റ് ചോദിച്ചിട്ട് ഷോപ്പിംഗ് മോളിൽ പോയപ്പോൾ ലിഫ്റ്റ് ഫോറിനിലായിരിക്കും ചിലപ്പോൾ രണ്ടുപേരും ഷോപ്പിംഗ് മോളിൽ പോയപ്പോ ഒരു ലിഫ്റ്റ് ചോദിച്ചു. ലിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ കോഫി കുടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക്സ് എടുത്താലോ എന്നൊക്കെ പറയുമ്പോൾ വ്യക്തി കയറി ചെന്നിട്ടുണ്ടാവും. മനസ്സിലായോ? ആ പോട്ടെ എന്താന്ന് വെച്ചിട്ട് അങ്ങനെ പെട്ടുപോയതായിരിക്കാൻ വഴിയുണ്ട്. വലിയ പ്ലാനിങ് ഒന്നുമില്ല. ഇത് കാണാൻ മോശമില്ലാത്ത ഒരു പുരുഷനോ സ്ത്രീയോ ആണ് ഈ തേർഡ് പാർട്ടി. അങ്ങനെയുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് ഇവിടെ തോന്നുന്നത്. അല്ലാതെ സീരിയസ് ആയിട്ട് ഒന്നുമില്ല നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ കേട്ടോ. അപ്പൊ ഇത് തീർന്നു കഴിഞ്ഞു ഓൾറെഡി. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഉദ്ദേശം എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഇവർക്ക് എന്താണ് ഉദ്ദേശം എന്ന് നമുക്ക് നോക്കാം. എന്നാൽ 2 കാർഡ്, 3 കാർഡ്, 4 കാർഡ് ഉണ്ട്. ഓക്കെ. ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ജീവിതത്തിൽ ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്. അത് അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. ആത്മാർത്ഥത ഇല്ലാത്ത ആൾക്കാർക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല, ഒന്നിലും തൃപ്തി ഉണ്ടാവില്ല. അത് നമ്മൾ നാട്ടുകാരെയോ വീട്ടുകാരെയോ മറ്റുള്ളവരെ കുറ്റമിട്ടുകയല്ല, നമ്മളുടെ ഉള്ളിലാണ് പ്രശ്നം. കാരണം ഇവരുടെ വിചാരം ഞാൻ ഭയങ്കര എംപ്രസ് ആണ് കാണിക്കുന്നത്. കണ്ടോ?
എംപ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇവര് രാജ്ഞിയായിട്ടോ അല്ലെ ചക്രവർത്തിനിയാണ് ഞാൻ വീട്ടില്. അപ്പോൾ ചിലപ്പോൾ ഭർത്താവിന് ഇവർക്ക് കൊടുക്കാൻ സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഇവർക്ക് സമയം കൊടുക്കാൻ ഉണ്ടാവില്ല. വീടിന്റെ കാര്യം ഓടണ്ടേ ഇവർക്ക്? ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് മേക്കപ്പ് ഒക്കെ ഇട്ട് മൊബൈലും പിടിച്ച് നടന്നാൽ മതിയായിരിക്കാം. കുറെ പാർട്ടിയൊക്കെ പിന്നെ കുറെ പേരുടെ അലഞ്ഞു നടക്കുക, ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങുക, അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു സ്ത്രീയാണെന്ന്, സ്ത്രീയോ പുരുഷനോ ആണിത്. അപ്പോ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവര് വിചാരിക്കുന്നത് ഒരു നല്ലൊരു കോടീശ്വരൻ അല്ലെങ്കിൽ കോടീശ്വരിയായ ഒരു സ്ത്രീയെ കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെട്ടു, പിന്നെ ഒന്നും നോക്കണ്ട, പിന്നെ ഭർത്താവിനെ എല്ലാം ഒരു വിലയില്ല അല്ലെങ്കിൽ ഭാര്യയെ വിലയില്ല ഇട്ടിട്ട് പോവാം എന്നൊരു ചിന്തയിലാണ് ഇവര് നടക്കുന്നത്. അപ്പൊ ഇവര് നിങ്ങളുടെ വ്യക്തിയുമായിട്ടും ഇങ്ങനത്തെ ഒരു ഉദ്ദേശമായിരുന്നു ഇവരുടെ മെയിൻ ഉദ്ദേശം. നിങ്ങളുടെ വ്യക്തി മാത്രമല്ല, ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഹസ്ബൻഡോ വൈഫോ ആയിട്ട് ഇവരൊട്ടും ഹാപ്പി അല്ല, ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആണെന്നാണ്. എനിക്ക് പറ്റിയ ആളൊന്നും അല്ല, ഞാൻ ഭയങ്കര മോഡേൺ ആണ്, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഷർട്ട് പാൻറ്റൊക്കെ ഇട്ട് ജീൻസ് എന്തൊക്കെയാ ഇട്ടിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു സ്ത്രീയോ പുരുഷനോ ആണ്. ഒരു കഥയില്ലാത്ത ആളുകളാണ്, ഒരു ബോധമില്ലാത്ത, സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്നവരാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കോടീശ്വരനായ ഒരു ലവറെയോ കോടീശ്വരിയായ ഒരു ലവറെയോ അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ് ഈ തേർഡ് പാർട്ടി. അതിനിടയിലാണ് നിങ്ങളുടെ വ്യക്തി ചെന്ന് കയറുന്നത്. ഒരു കാര്യവുമില്ല, ചെന്ന് കയറി. അപ്പൊ ഇവര് പറയുന്നത് എനിക്ക് എന്റെ വില എനിക്ക് തരണം, ഞാൻ വലിയൊരാൾ. ഇവരുടെ നോട്ടം കണ്ടോ? കണ്ടോ? ഭയങ്കര ഞാൻ എന്തോ വലിയ ആളാണെന്നാണ് ഇവരുടെ വിചാരം. അതുകൊണ്ട് തന്നെ ഇവരുടെ മുമ്പിലുള്ളവരൊക്കെ ഭയങ്കര കുറച്ചാണ് ഇവരെ കാണുന്നത്. അപ്പൊ തന്നെ ഇവര് ലൈഫ് പോയി. അപ്പൊ അങ്ങനത്തെ ഒരു എനർജിയാണ് തേർഡ് പാർട്ടി. നിങ്ങളുടെ വ്യക്തിയോട് വന്നത് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നല്ലോണം പൈസ ഉണ്ടാവുമായിരിക്കും, അതൊക്കെ കണ്ടിട്ടായിരിക്കും. നല്ല വണ്ടിയായിരിക്കും, ഡ്രോപ്പ് ചെയ്ത വണ്ടി നല്ല ഉഗ്രം വണ്ടിയായിരിക്കും. അപ്പൊ അതൊക്കെ കണ്ട് പിന്നെ വാച്ച് മിക്കവരും ശ്രദ്ധിക്കും, വാച്ച്, ഡ്രസ്സിങ്, പിന്നെ ഗോൾഡ് ചെയിൻ ഉണ്ടോ കഴുത്തില്, മനസ്സിലായോ? പെണ്ണുങ്ങളാണെങ്കിൽ ആണുങ്ങളാണെങ്കിൽ ഇതൊക്കെ നോക്കാറുണ്ട് ചിലര്, ഇങ്ങനെയുള്ള ഇന്റൻഷൻ ഉള്ള ആളുകൾ. അപ്പൊ ഇതാണ് ഉദ്ദേശം. പൈസ അടിക്കുക കുറച്ച്, പിന്നെ കുറച്ച് കറങ്ങി നടക്കുക, പറ്റുകയാണെങ്കിൽ നല്ല കോടീശ്വരനാണെങ്കിൽ കറക്കിയെടുക്കുക, അല്ലെങ്കിൽ കോടീശ്വരി ആണെങ്കിൽ കറക്കിയെടുക്കുക, കല്യാണം കഴിക്കുക. ഇതാണ് തേർഡ് പാർട്ടി. പക്ഷെ അതൊന്നും നടന്നില്ല. നിങ്ങളുടെ വ്യക്തിയുമായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് ബോധമുള്ള ആളാണല്ലോ, സ്ത്രീയായാലും പുരുഷനാണെങ്കിലും അവർക്കറിയാം അവർക്ക് എന്താ വേണ്ടത്. ഇപ്പൊ തൽക്കാലത്തേക്കുള്ള ഒരു ഇതായിരുന്നു അത്, പക്ഷെ പാരയായി. അതാണ് നിങ്ങൾ അറിഞ്ഞത്. ഓക്കെ, തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ എപ്പോ തീർന്നു എന്നാണ് നമ്മൾ കണ്ടത്. തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നാണ് ഡെത്ത് കാർഡാണ്. തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു ബന്ധവും ഇല്ല അവര്, മനസ്സിലായോ? തീർന്നു എന്നാണ് കണ്ടത്. എന്നാലും നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ ഒന്നും കൂടി ഒരു കൺഫേം ചെയ്യാം. എപ്പോഴത്തേക്കാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ ഉപേക്ഷിക്കുക? 7 of Swords. ഇവര് കള്ളത്തനമുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ ഇവര് എന്താ പറയാ, കുറെയൊക്കെ ഇവര് ചെയ്യുന്നതാണ്, കുറെയൊക്കെ അവർ ഉണ്ടാക്കി പറയുന്നത്. ചിലരുണ്ട് എന്ന് വെച്ചാല് 10 ഗേൾ ഫ്രണ്ട് ഉണ്ട് അല്ലെങ്കിൽ 10 ബോയ് ഫ്രണ്ട് എന്നാണ് വലിയ ക്രെഡിറ്റ് ആയിട്ട് കാണുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ആൾക്കാരൊക്കെ എന്നെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ്, പെൺകുട്ടികളെല്ലാം എൻ്റെ അടുത്തോട് അട്രാക്റ്റഡ് ആണെന്നൊക്കെ പറയുന്ന ആമ്പിളൊക്കെ കേട്ടിട്ടില്ല. അത് ചിലര് പ്രായമുള്ളവർക്കും അങ്ങനത്തെ ഒരു ഇത് വരും. അങ്ങനത്തെ ഒരു ഇതാണ് ഈ തേർഡ് പാർട്ടി. അപ്പൊ വളരെ കള്ളത്തരമുള്ള ഒരാളാണ്. ഇവർക്ക് ആരോടും അറ്റാച്ച്മെന്റ് ഇല്ല, നിങ്ങളുടെ വ്യക്തിയോടും ഒട്ടും ഒരു അറ്റാച്ച്മെന്റും ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇതൊരു കള്ളത്തരമുള്ള ഒരു വ്യക്തിയാണ് തേർഡ് പാർട്ടി. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചിട്ടുണ്ടാവും, കാറിലുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിയിട്ടൊക്കെ ഉണ്ടാവാം, ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ്. ഇവിടെ റിലേഷൻഷിപ്പ് ഒന്നും അവർക്ക് വലിയ സീരിയസ് ആയിട്ടൊന്നും ഇല്ല. ഇവിടെ എന്തുകൊണ്ടാണ് ഈ കാർഡ് വന്നേക്കുന്നത്? എന്തോ ഇവര് മോഷ്ടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങളെ കോൺടാക്ട് ചെയ്തത്. പഴയ എന്തോ സാധനം, വ്യക്തിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനം ഇവർ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതുപോലെ 6 of Pentacles വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഷെയറിങ്ങിന്റെ കാര്യം വന്നു. അപ്പോ ഇവര് തമ്മില് എന്തെങ്കിലും ഒരു ചിലപ്പോ എന്തെങ്കിലും സാധനം മേടിച്ചപ്പോ നിങ്ങളുടെ വ്യക്തി പൈസ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല. അതിന്റെ നല്ല വില കൂടിയ സാധനം, അപ്പൊ അതിന്റെ പൈസ തിരിച്ചു കിട്ടാൻ കൂടി നിങ്ങളുടെ വ്യക്തി ട്രൈ ചെയ്യുന്നുണ്ട്. റിലേഷൻഷിപ്പ് ഇല്ല, പക്ഷെ എനിക്ക് കിട്ടാനുള്ള സാധനം എനിക്ക് കിട്ടണം എന്ന് വളരെ സാധ്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. അപ്പൊ അതുകൊണ്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇവര് തമ്മിൽ എന്നാണ് പറയുന്നത്. എന്തായാലും ഇവര് ബന്ധമൊന്നുമില്ല, പക്ഷെ ആ സാധനം കിട്ടുന്നത് വരെ ഇവരുടെ ഒരു കോൺടാക്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കുക, എന്ത് സാധനമാണ് നിങ്ങളോട് പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അപ്പൊ എന്തോ ഒരു സാധനം ഇവര് മേടിച്ചപ്പോ നിങ്ങളുടെ വ്യക്തി പൈസ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ പൈസക്ക് വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ എമൗണ്ട് അല്ല, 1000 കൂടുതലുണ്ടത്. അപ്പൊ അതുകൊണ്ട് വലിയ എന്ന് വെച്ചാല് സ്ത്രീയും പുരുഷനും അപ്പൊ അവര് ഷോ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വ്യക്തി ചെയ്തത്. അതൊരു പണിയായിട്ടുണ്ട് അവർക്ക്. കാരണം ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ചക്രവർത്തിയെ പോലെ ചക്രവർത്തിനിയെ പോലെയൊക്കെ പെരുമാറുന്നത്, ഭയങ്കര എൻ്റെ അടുത്ത് ഭയങ്കര കോടീശ്വരിയാണ് അല്ലെങ്കിൽ കോടീശ്വരനാണെന്ന് അഭിനയിക്കുന്ന ഒരാളാണ് സർക്കാർ. അപ്പൊ നിങ്ങളുടെ വ്യക്തിക്ക് എന്തോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നാലും പേടിക്കണ്ട കേട്ടോ. ഇവര് ഇത് കുഴപ്പമൊന്നുമില്ല, ഇത് അധികം ബന്ധമൊന്നുമില്ല. അവര് പൈസയ്ക്ക് വേണ്ടി പുറകെ നടക്കുന്നതാണ്, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. അപ്പൊ ഇത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, എംപ്രസ്, ടോറസ്, ലീബ്ര, ഇത്
Aquarius, Libra, Gemini, Knight of Pentacles, Taurus, Virgo, Capricorn, Five of Cups, Cancer, Pisces, Scorpio, Page of Swords, Aquarius, Libra, Gemini, Death card, Scorpio ആണ്. Eight of Wands, Aries, Leo, Sagittarius, Three of Wands, Aries, Leo, Sagittarius, Two of Wands, Aries, Leo, Sagittarius, Four of Wands, Aries, Leo, Sagittarius, Nine of Cups, Cancer, Pisces, Scorpio, ഇത് Aquarius, Libra, Gemini. അപ്പൊ ഇതാണ് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് കേട്ടോ. രണ്ടാമത്തെ കളർ സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ്. ഇനി നമ്മൾ മൂന്നാമത്തെ കളർ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഭഗവാനെ ഓം നമഃ ശിവായ. അപ്പൊ നമുക്ക് നോക്കാം, നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ എനർജിയാണിത്. ഡെത്ത് കാർഡ് റിവേഴ്സ് ആണ്. ഇവിടെ എന്തോ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം, ചിലപ്പോൾ ഡിവോഴ്സ് വരെ എത്തി നിൽക്കുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പോ നോ കോൺടാക്റ്റിലായിരിക്കാം. ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആണെങ്കിലും നോ കോൺടാക്റ്റിലാണ്, തമ്മിൽ കണ്ടിട്ട് കുറച്ച് നാളായി, സംസാരിച്ചിട്ട് കുറച്ച് നാളായി എന്നാണ് പറയുന്നത്. പക്ഷെ റിലേഷൻഷിപ്പ് ഇപ്പോഴും ഉണ്ട്. രണ്ടുപേരും റിലേഷൻഷിപ്പ് കൈവിട്ടിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ഡെത്ത് കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ, പഴയതുപോലെയുള്ള സ്നേഹം അല്ലെങ്കിലും തിരിച്ചു വന്നു കഴിഞ്ഞാല് പണ്ടത്തെ പോലത്തെ സ്നേഹമില്ല, വിശ്വാസം പോയി, എന്നാലും റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറയുന്നത്. സ്കോർപിയോ ആണിത്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഭഗവാനെ ഓം നമഃ ശിവായ. ക്ലാരിഫിക്കേഷൻ, ജെമിനായി മജിഷ്യൻ ഉണ്ട്, കുറെ മാനിപ്പുലേഷൻ നടന്ന് ഒരു തീരുമാനമെടുക്കും. ഡെത്ത് കാർഡ് അപ്രൈറ്റ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഫോർ ഓഫ് കപ്സ്. അപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നത് രണ്ടുപേർക്കും സങ്കടമുണ്ട്, വളരെ സങ്കടമുണ്ട്. നിങ്ങൾ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ്. കാരണം ചിലപ്പോൾ നിങ്ങൾ ലവ് മാരേജ് ആയിരിക്കാം. ഒരിക്കലും ഇങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ലാതിരുന്ന നിങ്ങളുടെ വ്യക്തി എങ്ങനെ ഇതിനകത്ത് ചെന്ന് കയറി എന്നൊരു ചിന്ത. അപ്പൊ ഇവിടെ കുറെ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. എന്നാലും ഈ റിലേഷൻഷിപ്പ് വിട്ടുകളയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഡിസിഷൻ ഇതുവരെ എടുത്തിട്ടില്ല നിങ്ങൾ എന്നാണ് പറയുന്നത്. ഇത് വേണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ എടുത്തിട്ടില്ല. പക്ഷെ തേർഡ് പാർട്ടിയുടെ കാര്യം പുറത്തേക്ക് വന്നു, 4 പേര് അറിഞ്ഞു എന്നാണ് പറയുന്നത്. ഞാൻ ഈ ടൈം സ്റ്റാമ്പിന്റെ കാര്യം മറന്നുപോയായിരുന്നു. ആദ്യം ഞാൻ ചെയ്യുമായിരുന്നു, പിന്നെ മറന്നുപോയി. ഓക്കെ, അപ്പൊ ജെമിനായി, സ്കോർപിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ഇത്രയും സോഡിയക് സൈനാണ് വന്നിട്ടുള്ളത്. അപ്പോ നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടിയുടെ എനർജി എന്താണെന്നാണ്. തേർഡ് പാർട്ടി എങ്ങനത്തെ എനർജി ഉള്ള ആളാണ്, ഇവിടെയുള്ള തേർഡ് പാർട്ടി എങ്ങനത്തെ എനർജി ഉള്ള ആളാണെന്നാണ് നമ്മൾ നോക്കുന്നത്. തേർഡ് പാർട്ടിയുടെ എനർജി 4 ഓഫ് പെന്റക്കിൾസ് ആണ്. 4 ഓഫ് പെന്റക്കിൾസ് ആണ്. തേർഡ് പാർട്ടി ഒരു സാധനം കണ്ടിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിടിവിടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഞണ്ടിനെ കണ്ടിട്ടുണ്ടോ? ഞണ്ട് ഒരു സാധനത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് വിചാരിക്കണം വിടണമെന്ന്, അല്ലെങ്കിൽ അതിന്റെ ഇത് ഒടിച്ച് കളഞ്ഞാൽ പോലും അത് വിടില്ല, പിടിവിടില്ല. നമ്മുടെ കയ്യിലെ കയറി പിടിച്ച കൈ കൊണ്ട് വിരലും കൊണ്ട് പോകും അത്. അങ്ങനത്തെ സാധനമാണ്. ആ ഒരു ഇതാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇത് കണ്ടപ്പോ. ഞണ്ട് ശരിക്കും ക്യാൻസർ സോഡിയാക് സൈനിന്റെ ജൂലൈ മാസത്തിൽ ജനിക്കുന്നവരാണ് ക്യാൻസർ ആവണം എന്നില്ല കേട്ടോ. നമ്മുടെ കർക്കിടകമില്ലേ, അതുപോലത്തെ ഒരു സംഭവം, അങ്ങനത്തെ ഒരു ഇതാണ് കാണിക്കുന്നത്. ഇവര് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നവരാണ്. ഇപ്പൊ ഇവര് സ്നേഹിക്കുന്ന ആൾ ഇവരെ തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിലും ഇവരെന്ത് ചെയ്യും, എനിക്ക് ഇത്ര ഇഷ്ടമാണ് അപ്പൊ അയാൾക്കും എന്നെ ഇഷ്ടമായിരിക്കും എന്ന് വിശ്വസിക്കുന്ന തേർഡ് പാർട്ടിയാണിത്. ഈ തേർഡ് പാർട്ടി ഒരു മന്ദബുദ്ധി തേർഡ് പാർട്ടിയാണ്. വിവരമില്ല, ഇവരെ ശരിക്കും ആൾക്കാർക്ക് പറ്റിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ പറ്റിക്കപ്പെട്ട് ഇപ്പോഴും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണിത്. സങ്കടം തോന്നുന്നു എനിക്ക് ഇതിന്റെ കാര്യം. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണിത്. ഇവരെ പിടിവിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവര് ഹൃദയത്തോട് ചേർത്ത് വെക്കും. പിന്നെ ഇവര് ഭയങ്കരമായിട്ട്, പക്ഷെ ഭയങ്കര കൺട്രോളിങ് ആണ്. അവര് സ്നേഹം കൊണ്ട് കൺട്രോൾ ചെയ്യാൻ നോക്കും. ഇമോഷൻസ് കൊണ്ട് കരച്ചിൽ വരും, ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഡിസ്റ്റർബ്ഡ് ആവും ഇവര്, ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യും. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇത്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്. വളരെ ഇമോഷണൽ ആയ ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി എന്നാണ് പറയുന്നത്. ഇതിനൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം നമുക്ക്. ലവേഴ്സ് ആണ്, സോൾമേറ്റ് കണക്ഷൻ ആണെന്നാണ് തേർഡ് പാർട്ടി വിചാരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുമായിട്ട് സോൾമേറ്റ് കണക്ഷൻ ആണ്. ഒരു ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളുടെ വ്യക്തിയായിട്ട് കേട്ടോ, ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഇവരുടെ പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങളുടെ വ്യക്തി പെർഫെക്റ്റ് ആണ്. ഞാൻ ഇത്രയും നാളും കാത്തിരുന്ന എന്റെ ആളാണത്. അപ്പൊ അതുകൊണ്ടാണ് ഇവർ പിടിച്ചു വെച്ചിരിക്കുന്നത്, വിടാൻ ബുദ്ധിമുട്ട്. അതുപോലെ ഇവർ ഭയങ്കര ഹാപ്പിയാണ്. ഇമോഷണലി ഇത്രയും ഹാപ്പിനെസ് ഇവർ ജീവിതത്തിൽ അവർ അനുഭവിച്ചിട്ടില്ല. ഇത് ജെമിനായി, ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോടുള്ള ശരിക്കുള്ള ഫീലിങ്സ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. എന്നാലും നോക്കാം നമുക്ക് ശരിക്കും ഇവർക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള ഫീലിങ്സ് എന്താണ്. കിങ് ഓഫ് പെന്റക്കിൾസ്. നിങ്ങളുടെ വ്യക്തി ഭയങ്കര പൈസയുള്ള ഒരാളാണ്. ഇത് ടോറസ് സോഡിയാക് സൈൻ ആണ്. നിറയെ പൈസ ഉള്ള സ്ത്രീയോ പുരുഷനോ ആണ്. അപ്പൊ ഇവര് നിങ്ങളുടെ വ്യക്തിയെ നോക്കുമ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് മെച്ചുവേർഡ് ആയ ആളുകളോട്, സ്ത്രീ ആയാലും പുരുഷനോ, അവരോടാണ് കൂടുതൽ അട്രാക്ഷൻ. കാരണം അവർക്ക് കൂടുതൽ ഇവരെ സഹിക്കാൻ പറ്റും.
ഇവരെ ചില സമയത്ത് പെരുമാറ്റം മിക്കവർക്കും സഹിക്കാൻ പറ്റില്ല. കാരണം ഇവര് ഉടുമ്പ് പിടിക്കുന്ന പോലെ പിടിക്കും. ഒരു തരത്തിൽ അനങ്ങാൻ സമയം. ചിലർക്ക് അത് ഇഷ്ടമാണ്, മിക്കവർക്കും അത് ഇഷ്ടമല്ല. കാരണം എല്ലാവർക്കും അവരുടെ സ്പേസ് വേണം. അപ്പൊ ഇവര് വിചാരിക്കുന്നത് കുറച്ച് പ്രായമുള്ള ആളുകളാവുമ്പോഴത്തേക്കും ചിലപ്പോ എന്ന് വെച്ചാൽ അമ്മമാര് മക്കള് ഭയങ്കര സ്നേഹമാണ്. നമ്മളെ കൂടുതൽ സ്നേഹമാണെങ്കിൽ കൂടുതൽ സ്നേഹം നമ്മൾ തിരിച്ചു കൊടുക്കും. അങ്ങനെയാണ് അച്ഛന്മാരും അങ്ങനെ. ചില അച്ഛന്മാര് ചിലർക്ക് ദേഷ്യം വരാറ്. അപ്പൊ ഇവര് പറയുന്നത് പ്രായമുള്ളവരെ ഇവർക്കൊരു ഒബ്സഷൻ ഉണ്ട്. അമ്മമാരെ നഷ്ടപ്പെട്ടവര് അല്ലെങ്കിൽ അമ്മമാരുടെ സ്നേഹം അധികം കിട്ടാത്തവര്. അപ്പൊ ഇവര് കുറച്ച് പ്രായമുള്ള സ്ത്രീകളുടെ പുറകെ അല്ലെങ്കിൽ പ്രായമുള്ള പുരുഷന്മാരുടെ പുറകെ പോകും. അങ്ങനത്തെ ഒരു തേർഡ് പാർട്ടി കുറച്ച് യങ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവര് നിങ്ങളുടെ വ്യക്തിയോടുള്ള നിങ്ങളുടെ വ്യക്തി ഫിനാൻഷ്യലി ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നത് പ്രായം കുറഞ്ഞ ഒരു എനർജി ആയിരിക്കാം ഇത്. ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ ആണ്, മെയിൻ ആയിട്ട് ടോറസ് ആണത്. ഡോക്ടർ ഓഫ് കപ്സ്, പേജ് ഓഫ് കപ്സും 3 ഓഫ് സ്വേർഡ്സും ആണ് കാണിക്കുന്നത്. അപ്പൊ ഇവർക്കൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു. ഇവർ റിലേഷൻഷിപ്പിലായിരുന്നു. ആ സമയത്ത് ഇവർ ഭയങ്കര ഇമ്മച്ചുവർ ആയിരുന്നു. ആ സമയത്ത് ഇവർക്ക് ഒരു ചതി പറ്റിയപ്പോ നിങ്ങളുടെ വ്യക്തി ഇവരെ സമാധാനിപ്പിച്ചു, ചേർത്ത് പിടിച്ചു, സമാധാനിപ്പിച്ചു. ചിലപ്പോൾ അവർക്ക് കോഫിയൊക്കെ മേടിച്ചു കൊടുക്കണം, ചിലപ്പോൾ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പൊ ഇവർക്കും ഒരു അറ്റാച്ച്മെന്റ്, ഒരു ഇത്രയും സഹതാപം സ്നേഹമുള്ള ഒരാള്. അപ്പൊ ഈ വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എന്നോട് സ്നേഹം ഉണ്ടാവണമല്ലോ എന്നൊരു ചിന്ത. ഇവിടെയാണ് മണ്ടത്തരം വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ ഇവർക്കൊരു ഹാർട്ട് ബ്രേക്ക് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയോടുള്ള ആ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ബ്രേക്കിന്റെ സമയത്ത് കൂടെ നിന്ന ഒരാളാണ്. അപ്പൊ ഇവര് മണ്ടത്തരം ചിന്തിച്ചു വെക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഇവരോട് എന്തോ ഫീലിംഗ്സ് ഉണ്ടെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അപ്പൊ അക്വേറിയസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അതുപോലെ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അതുകൊണ്ടാണ് നിങ്ങളുടെ ഇവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്, നോ കോൺടാക്റ്റിൽ ഇരിക്കുന്നത്. അപ്പൊ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ആരെയോ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്ന കണ്ടു, വളരെ ഇമ്മച്ചുവേർഡ് ആയവരനുസരിച്ച് യങ് എനർജിയാണ് അവരെയാണ് കൊണ്ട് ഡ്രോപ്പ് ചെയ്തത് എന്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഇത്രയും ഇങ്ങനത്തെ കാര്യം വല്ലതും ഉണ്ടോ? നിങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചായിരിക്കും. നിങ്ങളുടെ വ്യക്തിക്ക് അങ്ങനെയുള്ള ഉദ്ദേശം ഉണ്ടാവില്ലല്ലോ. ഇവർക്കുണ്ടെങ്കിലും അത് നമ്മൾ ബാധിക്കുന്നില്ലല്ലോ. അപ്പൊ അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കാൻ പോകുന്നത്, എന്താണ് ഇവരുടെ ഉദ്ദേശം? നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഈ കണക്ഷൻ. അപ്പൊ ഇവർ നിങ്ങളുടെ വ്യക്തിയെ എന്ത് പ്രശ്നം വന്നാലും വിളിക്കും. അതുപോലെ തന്നെ കരച്ചിലും ബഹളവും സമയം നോട്ടൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾ കൂടെയുള്ള സമയത്തായിരിക്കും. ആദ്യമൊക്കെ നിങ്ങൾ ഓക്കെ എന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള സമയത്ത് പോലും ഈ വ്യക്തിക്ക് ഇവരുടെ ഫോൺ വന്നാൽ നിങ്ങളുടെ വ്യക്തി ഫോൺ എടുക്കും, സംസാരിക്കും. ഒരു വിധേയത്വം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു സിമ്പതി ആയിരിക്കാം. അപ്പോ എന്താണ് ഇവരുടെ ഉദ്ദേശം? 9 ഓഫ് പെന്റക്കിൾസ് ആണ്. ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവർക്ക് മുമ്പോട്ട് പോകാനുള്ള ചിലപ്പോൾ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇവരെ ഒരു വഴികാട്ടിയായിട്ട് നിങ്ങളുടെ വ്യക്തി വേണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പൈസ കൊടുത്ത് സഹായിക്കുക, വ്യക്തിയുടെ എക്സ്പെർട്ടീസ്. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി നല്ലൊരു ഡോക്ടർ ആയിരിക്കാം, നല്ലൊരു എഞ്ചിനീയർ ആയിരിക്കാം, നല്ലൊരു കാർപ്പന്റർ ആയിരിക്കാം, നല്ല മേസ്ത്രി, ആശാരിപ്പണി, നല്ലൊരു പ്രഗത്ഭയായ പെണ്ണുങ്ങളുണ്ട്. എനിക്കിഷ്ടം ആ ജോലിയൊക്കെ. എന്നുവെച്ചാൽ പക്ഷെ പ്രൊഫഷണൽ ആയിട്ട് എനിക്കൊന്നും അറിയില്ല. എന്നാലും യൂട്യൂബൊക്കെ കണ്ടിട്ട് ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോ 9 ഓഫ് പെന്റക്കിൾസ് കാണിക്കുന്നത് ഇവർക്ക് ഒരു സെൽഫ് സഫീഷ്യന്റ് ആയിരിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം. അപ്പൊ ചിലപ്പോൾ ഒരു വിവാഹമേ വേണ്ട എന്ന് പറയുന്ന ഒരു സ്ത്രീയോ പുരുഷനോ ആയിരിക്കാം. അപ്പോ നമ്മൾ വിവാഹം വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായിരിക്കാം. സ്വന്തമായിട്ട് വരുമാനം വേണം, സ്വന്തമായിട്ട് താമസ സൗകര്യം വേണം, സ്വന്തമായിട്ട് ആരോഗ്യത്തിന് ഹെൽത്ത് നോക്കുന്നവരായിരിക്കണം, ഫ്യൂച്ചർ പ്ലാനിങ് വേണം. ആരുമില്ല, മക്കൾ ഉണ്ടാവില്ല, അല്ലെ, ഭർത്താവില്ല, ഭാര്യയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ നോക്കുള്ളൂ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു സ്വയം പര്യാപ്തയാവണം. പക്ഷേ നിങ്ങളുടെ വ്യക്തി ഇവരുടെ കൂടെ എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. അപ്പൊ സ്വന്തം കാലിൽ നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇവര് നിങ്ങളെ പോലത്തെ ഒരു വ്യക്തിയാണ് അന്വേഷിച്ച് നടന്നത്. നിങ്ങളുടെ വ്യക്തിയെ പോലത്തെ ഒരു വ്യക്തിയാണ് അന്വേഷിച്ച് നടന്നത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയെ അവരുടെ പൈസയും സമയവും എല്ലാം ഇവരുടെ കൂടെ ഷെയർ ചെയ്യണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. പണ്ടെന്തോ കണ്ട് പരിചയിച്ച, പണ്ടെന്തോ എന്നോട് ഭയങ്കര അടുപ്പമുണ്ടായിരുന്ന ആരോ ഒരാളാണ് നിങ്ങൾ എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ വ്യക്തിയോട് ഇവർ പറയുന്നത് എപ്പോഴും. നിങ്ങളെ എനിക്ക് ഭയങ്കര പണ്ടേ പരിചയമുള്ള പോലെ, ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെ. എന്റെ മൂക്കിന് ഇവിടെ എന്തോ കടിക്കുന്നത്. സോൾമേറ്റ് കണക്ഷൻ പോലെ. ചുമ്മാ കൊണ്ടുപോയി, സോറി. അപ്പോ അങ്ങനത്തെ ഒരു ഫ്രണ്ട്ലി ഒരു ആളാണ് ഈ തേർഡ് പാർട്ടി കേട്ടോ. ഭയങ്കര സെന്റിമെന്റ്സ് ഉള്ള ഒരാളാണ്. അപ്പോ ഇവര് ഇങ്ങനെ നിങ്ങളുടെ വ്യക്തിയെ പറഞ്ഞു മയക്കി വെച്ചിരിക്കുകയാണ്. വ്യക്തി പറയുന്ന, അയ്യോ പ്രായമില്ല, പ്രായം കുറഞ്ഞ ഒരാളല്ലേ, സഹായിക്കണ്ടേ ഞാൻ, അച്ഛനും അമ്മയൊന്നും ഇല്ലാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അച്ഛനില്ലായിരിക്കും, അമ്മയില്ലായിരിക്കും. അങ്ങനത്തെ ഒരു സെന്റിമെന്റ്സ് ആണ് നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തിയോട്. ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോ പോകും? അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, അല്ലെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് കാണാനാണ് നിങ്ങൾ ഇത്ര നേരം ഇരുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഒരുവിധം അറിയാം. നമ്മളുടെ മെയിൻ ചോദ്യം എപ്പോ പോകും? ഡബിൾ കാർഡാണ്. ഇത് ഭയങ്കര ഒബ്സസീവ് ആയ ഒരു എനർജിയാണ്. ഇവർ ഈ അടുത്തൊന്നും പോകില്ല കേട്ടോ.
ചിലപ്പോൾ ഒരു വർഷത്തിൽ കൂടുതൽ ഇവർ നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ഉണ്ടാവും. ഒരാള് ഭയങ്കര വില്ലനോ ആയ എന്നാൽ മുഖത്ത് കണ്ടത് അയ്യോ, നിങ്ങളുടെ വ്യക്തിക്ക് ഇവരെ ഒരിക്കലും മനസ്സിലാകാനുള്ള ഉദ്ദേശം എന്താ, നിങ്ങൾക്ക് കാര്യം വിട്ടുകഴിയുണ്ട്. അപ്പോൾ ഡബിൾ എനർജിയാണ്, ഭയങ്കര ഒബ്സസീവ് ആയ, ഭയങ്കരമായിട്ട് എന്ന് വെച്ചാല് സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവരുടെ കാര്യങ്ങൾ നടത്താൻ. ഒട്ടും ചിലപ്പോൾ ഇതൊരു സിംഗിൾ മദർ ആയിരിക്കാം, ചില കുട്ടിയുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ കുട്ടിയുള്ള ഒരു പുരുഷൻ, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ ഇപ്പോൾ ഭർത്താവില്ലാത്ത ഒരു കുഞ്ഞു കുട്ടിയെ നോക്കുന്ന ഒരു സ്ത്രീയോട് നമുക്ക് സിമ്പതി തോന്നില്ല, അത് സഹായിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ആണുങ്ങളും. അയ്യോ പാവം കൊച്ചു അമ്മയില്ലാത്തൊരു കുഞ്ഞിനെ നോക്കുന്ന ഒരാളാണ്, നമുക്ക് ഭയങ്കരമായിട്ട് ആത്മാർത്ഥത തോന്നും അങ്ങനത്തെ വ്യക്തികൾ. ഇവരത് മുതലെടുക്കുകയാണ്. ഇവര് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് സ്റ്റക്ക് ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും ഇവിടെ ഒരു അവസാനം വേണമല്ലോ അല്ലെ. അപ്പൊ ഇവര് നിങ്ങളുടെ വ്യക്തിയെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും യൂണിവേഴ്സ് ഇതിനകത്ത് ഇന്റർഫിയർ ചെയ്ത് എപ്പോഴത്തേക്ക് ഈ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ പോകും എന്ന് നമുക്ക് നോക്കാം. എപ്പോഴത്തേക്ക് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തി, ജൂലൈ ആണ്, ഈ മാസം അല്ല, നെക്സ്റ്റ് ഇയർ ജൂലൈ ആണ് പറയുന്നത്. നെക്സ്റ്റ് ഇയർ ജൂലൈ, അടുത്ത വർഷം ഇതേ സമയത്ത് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ, ഇതൊന്നും ഞാൻ എടുക്കുന്നില്ല, ഒന്നും വേണ്ട. ആദ്യത്തെ 2 കാർഡ് എനിക്ക് കിട്ടി, അത് നമ്മൾ നോക്കിയിരുന്ന കാർഡാണ്. വളരെ കൃത്യമായിട്ട് ഈ വർഷം പറ്റില്ല, ഈ വർഷം നടക്കില്ല, അടുത്ത വർഷം ജൂലൈ എന്ന് പറഞ്ഞു, അടുത്ത വർഷം ജൂലൈയിലെ ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തി ഒഴിച്ചു പോകുള്ളൂ. അതുവരെ നിങ്ങൾക്ക് ഒരു വഴിയില്ല. അപ്പൊ ചിലപ്പോൾ തേർഡ് പാർട്ടിക്ക് വേറെ ആരെങ്കിലും കിട്ടുമായിരിക്കും, അതുകൊണ്ടായിരിക്കും പോകുന്നത്. കാരണം ഇവർ അങ്ങനത്തെ ഒരു സ്വഭാവമല്ല, ഭയങ്കര ഒരു ഡെവിളിഷ് എനർജിയാണ് ഇവര്. ഡെവിൾ എന്ന് പറഞ്ഞാൽ കാപ്രിക്കോൺ സോഡിയക് സൈൻ ആണ്. ഇവിടെ ഹാങ്ഡ് മാൻ, സ്റ്റക്ക് എനർജിയാണ് ഹാങ്ഡ് മാൻ. സ്പൈസീസ് ആണ്. ഇത് ക്വീൻ ഓഫ് പെന്റക്കിൾസ് ആണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അപ്പൊ ഇത്രയുമാണ്. ബാക്കി ഞാൻ പറഞ്ഞു തരാവേ. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇത് ഞാൻ പറഞ്ഞു, ഇതുവരെ ഞാൻ പറഞ്ഞു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അപ്പോ ഇതാണ് ഇന്നത്തെ രീതി. ഇതുവരെ എന്റെ രീതി കണ്ടുകൊണ്ടുള്ള എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക.